അല്ലേ? ആണോ? നമ്മൾ തുടങ്ങണ്ടോ? നമ്മൾ തുടങ്ങാണ്. നിങ്ങളെ കൂട്ടത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാവരും മുസ്ലിങ്ങളാ? എല്ലാവരും മുസ്ലിങ്ങളാ? പാല ഇന്നനി മിന്നൽ മുസ്ലിമീനൊക്കെ ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞു. മുസ്ലിമാ ആണ്. നോക്ക്, വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് തുടങ്ങണേ. ഇതന്നെയാണ് സംഘപരിവാറിൻ്റെ വിജയം. രണ്ടു വട്ടങ്ങൾ മുസ്ലിമാണോ എന്ന് നമ്മളെ മുഖത്തേക്കൊക്കെ ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് തുടങ്ങി. പറയാൻ കഴിയില്ലല്ലോ ഇറച്ചങ്ങായിമാരെ. കാല ഇന്നനി മിന്നൽ മുസ്ലിമീനാണ്. ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ പരസ്യമായിട്ട് പറയണം. അതിന് പരസ്യമായിട്ട് പറയണമെങ്കിൽ ലൈഫിൽ എന്ത് ചെയ്യണം? മുസ്ലിമാണ്. അല്ലാത്തൊരു ധൈര്യം ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളുടെ കൂട്ടത്തിലൊന്ന് ഈ ഉമ്മത്തിനെ ഭക്ഷണം. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എന്തൊക്കെ വെച്ചില്ലേ, ബിസ്ക്കറ്റും ചിപ്സും സ്നാക്സിൽ എന്തൊക്കെ സാധനങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. കുറേ കൈകൾ ആരുടേതൊക്കെ അതിൽ കയറി ഇറങ്ങിയപ്പോൾ കാലിയായി. ഏറെക്കുറെ കാലിയായിക്കണം. കുന്നോലുണ്ടായിരുന്നത് കാലിയായി. ഇതേപോലെ മുസ്ലിം ഉമ്മത്തിന് ഭക്ഷണത്തളികയിലേക്ക് കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ, പല കൈകൾ വരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനെ പലരും വന്ന് ആക്രമിക്കുന്നതാണ്. പല രൂപത്തിൽ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ പല രൂപത്തിലുണ്ടാവും. അന്ന് എണ്ണത്തിൽ നമ്മൾ കുറയില്ല, എണ്ണത്തിലൊക്കെ നമ്മൾ ഉഷാറാക്കാറ്. ഇന്ന് ലോക ജനസംഖ്യയിൽ 2028 ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളാവുന്നതാണ് കണക്കൂട്ടൽ. 900 കോടി കിടക്കുന്ന 940 കോടി ജനസംഖ്യ എത്തുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ മുസ്ലിങ്ങളാവുന്നതാണ്. എണ്ണത്തിൽ നമ്മൾ കൂടുതലാവും. പക്ഷേ 2 അസുഖങ്ങൾ നമുക്കുണ്ടാവും. ദുനിയ കറാഹിയത്തുൽ മൗത്ത് എന്നാണ്. ദുനിയാവിനോട് നല്ല താല്പര്യക്കാരൻ. മൊബൈല്, ഗെയിം, വീട്, കളി, തമാശകൾ, ജോലി, അങ്ങനെ ഉണ്ടല്ലോ. ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിനോടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടക്കാരൻ. മരിക്കാൻ മടിയക്കാരെന്നാണ്. ഈ 2 കാര്യം നേരെ എതിര് സംഭവിക്കുമ്പോൾ മാത്രമേ മുസ്ലിം സമൂഹത്തിൽ എന്ത് ചെയ്യുള്ളൂ? വിജയം വരുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം ഇവിടെ വീട്ടിൽ നിന്ന് നമ്മൾ 70 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 50 കിലോമീറ്റർ ഒക്കെ യാത്ര പോന്നിട്ടല്ലേ ഈ ക്യാമ്പ് വന്നത്. എന്തൊക്കെയോ ചില ലക്ഷ്യത്തിലാണ്. നമ്മൾ എന്തിനാ കൂടിയേ? നമ്മൾ മുസ്ലിമാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. ഇന്നും ഇവിടെ ആയപ്പോൾ നമുക്ക് സുബൈ ജമാഅത്ത് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. ജമാഅത്ത് അല്ലല്ലോ നിസ്കരിച്ച്? ആണ്. രാജു നിസ്കരിച്ച് നല്ല കുട്ടികൾ. സാധാരണ ലൈഫിലോ, ഡെയിലി ലൈഫിലോ ഇല്ലല്ലോ. ഡെയിലി ലൈഫിലോ അത് തുറക്കമുള്ളതൊക്കെ ഒന്ന് തുറന്നു വെച്ചാലേ കാറ്റ് വന്നോളും. അതുകൊണ്ടാണ് അല്ലേ. ഒരു അസ്വസ്ഥത ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഫാൻ ഇടണം. രാവിലെ തന്നെ ഫാൻ വേണ്ടല്ലോ. നമുക്ക് നമ്മളെ അവസ്ഥ എന്താ? ഈ 2 അസുഖത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 2 അസുഖങ്ങൾ ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ. മരിക്കാൻ വെറുപ്പാണെന്ന്. മരിക്കാൻ വെറുപ്പാണെന്ന് പറഞ്ഞാൽ വിശ്വാസി മരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. എനിക്കതിൽ ഒന്നും കൂടി ഒരു അഭിപ്രായമുണ്ട്. എന്താ അറിയോ? നമുക്കൊക്കെ നമ്മളെ ഖബർ നമ്മൾ കുഴിച്ചു വെക്കണം എന്നുള്ള അഭിപ്രായം. ഖബർ കടിച്ചോനെ എന്തൊക്കെ ഈ കാക്ക പറയണേ നല്ല പ്രായത്തിൽ എന്ന് ചിന്തിക്കണേ. ഖബർ കുഴിച്ചു വെക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മരിക്കും എന്നുള്ളത് അങ്ങനെ ഉണ്ടല്ലോ. ഇതിനിക്കുള്ളതാന്നുള്ളത് എങ്ങനെ? ഞാനോ കുഴിച്ചു വെച്ചിട്ടുണ്ടോ? കഫം കൂടെ റെഡിയാക്കി വെക്കുക. നബി സ്വലാഹിൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്തൊരു ഖബർ കുഴിച്ച് വെച്ചു. നമ്മളെ കാശ് കൊടുത്തുണ്ട് റെഡിയാക്കി വെക്കണടാ. എന്തായാലും അവിടേക്കല്ലേ കിടക്കാനുള്ളത്. ആ ചിന്ത ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയാൽ സമുദായം നഷ്ടത്തിലാണ്. നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഇന്നും ഇവിടുന്ന് തഹജ്ജുദും സുബഹി നിസ്കരിച്ച പോലെ ഒരു വിശ്വാസി എന്ന നിലക്ക്, മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ റൊട്ടീൻ ലൈഫിൽ വേണ്ടതല്ലേ? എന്നും വേണ്ടേ സുബഹി ജമാഅത്ത്? തഹജ്ജുദ് നിങ്ങൾ കൂടിയും അയ്യനഫിലിയായി നമ്മൾ നിർവഹിച്ചാൽ. പക്ഷേ സുബഹി നമ്മളെന്തായാലും പോകണ്ടേ? ഇപ്പം ഇതിൽ 12 വയസ്സിന് താഴെയുള്ള ഒരൊറ്റ കുട്ടിയില്ല. ആ ചെറിയ മക്കൾ അടക്കം അതിൻ്റെ മുകളിലുള്ളവരാണ്. 12 വയസ്സായ പ്രായപൂർത്തിയായി എന്നുള്ള പരിഗണനയാണ്. ഹുക്കുമവാദമായല്ലോ, ശിക്ഷിക്കപ്പെടും. നമ്മളെത്ര പേര് കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളത് നോമ്പിലെ
സുബഹിയല്ല, നോമ്പിലെ സുബഹിയല്ലാതെ നമ്മൾ എത്ര സുബഹി പോയി? എത്ര സുബഹി നമ്മൾ പള്ളിയിൽ പോയി? നമ്മക്കറിയാലോ, വേറെ ആർക്കും അറിയണ്ട, നമ്മക്കറിയാലോ. അതേപോലെ ഇസ്ലാമികമായ ഒരുപാട് റൂൾസ് ഉണ്ട്, പല കാര്യങ്ങളിലുണ്ട്. ഞങ്ങളോട് തുടക്കത്തിൽ ചോദിച്ചപ്പോൾ മുസ്ലിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്. ഞാൻ പറയുന്നത് നമ്മളാരും മുസ്ലിങ്ങളല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് കുറേ മുസ്ലിങ്ങളുണ്ട്, കോടിക്കണക്കിനുണ്ട്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, കറാഹിയത്തുൽ മൗത്തിന് പകരം മരിക്കാൻ ഇഷ്ടമുള്ള, അറിയോ, ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എണ്ണത്തിലുണ്ടായിരുന്ന റോമ സൈന്യമാണ്. റോമ ഒരു കാലഘട്ടത്തിലെ എല്ലാ സായുധ ബലങ്ങളൊക്കെ അവരെടുത്തുള്ളത്. ആ റോമ സൈന്യത്തിൻ്റെ മുമ്പിലേക്ക് റബിയത്തുൽ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബി കയറി ചെല്ലണത് എങ്ങനെ അറിയോ? കയ്യിൽ വാളുണ്ട്, പക്ഷെ എൻ്റെ മുന പൊട്ടിയാണ്. വാളിൻ്റെ മുന പോയാൽ പിന്നെ ഒന്നിനും പറ്റൂല. മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? എനിക്ക് ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? ഒരു ഉപകാരമില്ലല്ലോ. ആ വാൾ കൊണ്ടാണ് പോണത്. അദ്ദേഹം ധരിച്ച വസ്ത്രം 17 സ്ഥലങ്ങളിൽ തുന്നിച്ചേർത്തതായിരുന്നു. ബട്ടൺസ് പൊട്ടിയ ഷർട്ട് ഇടുക, നമ്മൾ ഇടുമോ? ഇരിക്കണ ആരെങ്കിലും ബട്ടൺസ് പൊട്ടിയ ഷർട്ട് ഇടുന്ന വേറെ ഇടില്ല. നമ്മൾ ഈ പെരുന്നാൾക്ക് കല്യാണത്തിന് തലേന്നൊരു ഡ്രസ്സ്, കല്യാണത്തിൻ്റെ അന്നൊരു രാവിലെ ഡ്രസ്സ്, കല്യാണത്തിൻ്റെ വൈകുന്നേരം വേറെ ഡ്രസ്സ്, പിറ്റേന്ന് സൽക്കാരത്തിന് വേറൊരു ഡ്രസ്സ്. ഈ അടുത്ത കാലത്തൊരു സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഇക്കുറി ഒരു ഡ്രസ്സ് കൊടുക്കണ്ട. എന്ത് ചോദിച്ചു? അളിയൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അളിയൻ്റെ മോൻ്റെ വക 3 ദിവസത്തിനുള്ള അളിയൻ്റെ വക 3 6 ഷർട്ട് കിട്ടിയെന്ന് ഒരു സാറ്. അങ്ങനെയാണല്ലോ ഓരോരുത്തർ. നമുക്ക് ഈ പെരുന്നാൾക്ക് ഇട്ട ഷർട്ട് നമ്മൾ അടുത്ത പെരുന്നാൾക്ക് ഇടുമോ? ഇല്ല. 17 സ്ഥലത്ത് തുന്നിച്ചേർത്ത ഡ്രസ്സുകൾ ആലോചിച്ച് നോക്കി. ധരിച്ചിട്ട് പോണത് കൊടുക്കുക ഒരു സൈന്യാധിപൻ അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്കാണ്. അവിടുന്ന് അവർ പറഞ്ഞു എന്നാണ്, അഹ്സൻ അല്ലാഹു ബിൽ ഇസ്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഇസ്സത്തുള്ളൂ. ഞങ്ങൾക്ക് ഇസ്സത്ത് അല്ല നൽകിയിരിക്കണ ഇസ്ലാമിലാണ്. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളെ എണ്ണത്തിൽ കുറവാണ്, പക്ഷേ ഞങ്ങളെ കാര്യങ്ങൾ വിട്ടളി, ഞങ്ങളെ കാര്യം നിങ്ങൾ വിട്ടേക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ആ ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്തറിയോ? ഫൈനമിൻ വറാഇ അഖ്വാം, ഞാൻ ഒറ്റക്കല്ല, എൻ്റെ പിറകിലുള്ള ചെറിയ സംഘം, ഒരു സമുദായം, യുഹിബ്ബൂനൽ മൗത, മരണത്തെ അവർ ഇഷ്ടപ്പെടുന്നു. കമാ തുഹിബ്ബൂനൽ ഹയാത, നിങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള പോലെ. ജീവിതത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നുവോ, ഓരോ ദിവസം ആസ്വാദനങ്ങൾക്ക് വേണ്ടി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ കളിക്കാൻ, കുളിക്കാൻ, രമിക്കാനൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറം മരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ പിറകുള്ളവർ. പിടിച്ചാൽ കിട്ടൂല. അന്ന് റുസ്തം പറഞ്ഞത് കേട്ടില്ല, പരാജയപ്പെട്ടു. ആനപ്പടയാണ് മുന്നിലുള്ളത്. അറബികൾ ആനപ്പടയെ നേരിട്ട് കാണുന്നത് സ്വഹാബത്ത് അന്നാണ് ആദ്യമായിട്ട്. പക്ഷേ അറബികളിൽ ആരോ ഒരാൾ ഒരു വളവ് പറഞ്ഞെടുത്ത് ആനൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി ആനക്ക് ഭ്രാന്ത് കൂടും അത്രേ. അങ്ങനെയാണ് ആനപ്പടയെ, ഏത് അസ്ഹാബുൽ ഫീലല്ല, റുസ്തമിൻ്റെ ആനപ്പടനെ പരാജയപ്പെടുത്തുന്ന മുസ്ലിങ്ങൾ. കണ്ണ് കുത്തിന്ന് ആനയുടെ കണ്ണ് നോക്കിയിട്ട് അമ്പ് ചെയ്ത് അങ്ങനെ പടനെ, ആന സ്വാഭാവികമായിട്ടും ആന വിഭ്രാന്തിയിലായി അവരെ തന്നെ ചവിട്ടി മരിക്കുമല്ലോ. അങ്ങനെയാണ് അന്ന് അവരെ പരാജയപ്പെടുത്തുന്നത്. 2 ലക്ഷമാണ് അപ്പുറത്ത്, ഇപ്പുറത്ത് 20,000. 20,000 2 ലക്ഷം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? പക്ഷെ വിജയം മുസ്ലിം സമൂഹത്തിന് കിട്ടി. കാരണം എന്താ അറിയോ? അവർ മരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മരിക്കാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കണ്ട് എവിടെയെങ്കിലും ജിഹാദ് എടുത്തും കണ്ട് കുത്തോ വെടിയോ കിട്ടി സംഘപരിവാറിൻ്റെ അടുത്തൊരു വെട്ടും കിട്ടിക്കൊണ്ട് ഷഹീദായി പോകുക എന്നല്ല. ഒരു മുസ്ലിം വലാത്ത മൂത്തുന്ന ഇല്ലാവാന്തും മുസ്ലിമോ എന്നാണ്. നാളെ രാവിലെ തന്നെ നിങ്ങൾ വടിയെടുത്തും അല്ലെങ്കിൽ വാടെടുത്ത് തോക്കെടുത്ത് പോകണമെന്നല്ല. അങ്ങനെ ഇസ്ലാമിലോട്ട് ഇല്ലേനും. അതിന് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടാവണം, രാഷ്ട്രത്തിൻ്റെ തലവൻ്റെ ഓർഡർ ഉണ്ടാവണം, രാഷ്ട്രത്തലവൻ നിശ്ചയിച്ചു തരുന്ന അവസ്ഥ ഉണ്ടാവണം,
അതിൻ്റെ മുമ്പ് ഹിജറ നടക്കണം. അങ്ങനത്തെ കുറേ ഷുറൂത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. അതല്ലാതെ സായുധ പോരാട്ടത്തിനൊന്നും ഈ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇമാം മഹദി വന്ന് പിന്നെ ഈസബിന് മറിയമിൻ്റെ കൂടെയുള്ള ഒരു സംരംഭം വരുള്ളൂ. അതല്ലാതെ നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കടൻ്റെ ഉള്ളിലൊക്കെ ആക്രമിക്കാൻ വന്നാൽ തിരിയുക. അതല്ലാതെ മറ്റൊരാളെ അടിക്കാനും വേണ്ടി വടിക്കാനും ഒന്നും നിൽക്കാൻ ഇനി അവസരമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ ഇഷ്ടപ്പെടാന്ന് ഉദ്ദേശിച്ചത് മരിക്കുമ്പോൾ നമ്മൾ ആരാവണം? മുസ്ലിമാണ്. മുസ്ലിം ആകണം എന്ന് പറഞ്ഞ പേരിലല്ല. അബ്ദുൽ ഖാദറിൻ്റെ ബാബാൻ്റെ പേരെന്താ? ഉമ്മാനേരോ? ഫാത്തിമയുടെയും മുഹമ്മദ് ഹനീഫിൻ്റെയും മകനായത് കൊണ്ട് എന്തിട്ടൂല? മുസ്ലിം ആവൂല. സ്വർഗ്ഗം. അത് കർമ്മം കൊണ്ട് തെളിയിക്കണം. കർമ്മം കൊണ്ട് തെളിയിക്കണം. 28 ആളെ കുടുംബസമേതം സന്തോഷിക്കാൻ വേണ്ടി കശ്മീരിലെ താഴ്വരയിൽ വന്നോനെ മതം ചോദിച്ചോ മതം ചോദിക്കാതെ തുണി പൊക്കിയിട്ടോ പൊക്കാതെ എന്തോ സംഭവിച്ചിക്കണല്ലോ അവിടെ. എന്തായാലും 28 ആൾ മരിച്ചിക്കണല്ലോ. ആ കൊന്നോ പേര് മുസ്ലിം വെച്ചിട്ട് കാര്യമല്ല. മുസ്ലിം അല്ല, കുഫർക്ക് പോയില്ലേ? കുഫറിലേക്ക് പോയില്ലേ? പേരുകൊണ്ട് കാര്യമല്ല. നമ്മളെ നാട്ടിൽ മൊബൈൽ ഉപയോഗിച്ച് കണ്ട് വൃത്തികേട് കാണിക്കണവരുണ്ട്, ലഹരി കച്ചവടം നടത്തുന്നവരുണ്ട്, അനാവശ്യ പെൺ സൗഹൃദങ്ങളിലുള്ളവരുണ്ട്. അബ്ദുൽ ഖാദറിൻ്റെയും ആയിഷൻ്റെയും മകനാണ്. പേര് നല്ല മുഹമ്മദ് ചിസ്തി എന്നൊക്കെയാണ്. നല്ല ചുറുക്കുള്ള പേര്, ഏതോ ഒരു ഔലിയൻ്റെ പേരാണെന്നൊക്കെയാണ്. കർമ്മോ ഏതോ പെണ്ണിനെ പ്രേമിച്ചും കണ്ട് കിടക്കണം, അങ്ങോട്ട് വണ്ടിയും വെച്ച് അടിച്ചും കണ്ട്. അപ്പോൾ മുസ്ലിമിൻ്റെ കൾച്ചറല്ല. നിങ്ങൾ കൂടിയോ? അപ്പം എനിക്ക് നിങ്ങളോടുള്ള വസിയത്ത് എന്താ അറിയോ? നമ്മൾ മുസ്ലിം ആകണം ഫസ്റ്റ്. അതിന് ഇസ്ലാം എന്താണെന്ന് അറിയണം, തൗഹീദ് എന്താണെന്ന് പഠിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയണം. അള്ളാഹ്ക്ക് ജീവിതം കൊടുത്തവരാണ് ആര്? അള്ളാഹ്ക്ക് ജീവിതം കൊടുത്തവനാണ് ആര്? അല്ലാഹു അക്ബർ. മാമാനുട്ടിക്ക് അവിടെ ഇരിക്കാൻ പ്രയാസമുണ്ടല്ലേ? കസേര എടുത്തിട്ട് അലി സലഫിൻ്റെ അപ്പുറത്ത് പോയിരിക്കുക. അവിടെ കസേര ഉണ്ട്. അങ്ങനെ മറ്റവൻ്റെ തോൾക്ക് ഇരിക്കാൻ പാടില്ല. കണ്ടോ, ഞങ്ങൾ വിട്ടിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ? അങ്ങനെ കണ്ട്. ഓക്കെ, നമ്മൾ മുസ്ലിം ആകണം കേട്ടോ. മുസ്ലിം ആകുക പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞതാണ് ഈ മുസ്ലിം ആയിക്കോ. അപ്പോൾ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? എൻ്റെ പേര് ഇബ്രാഹിം ആണ് എന്നല്ലേ? അല്ല, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഞാൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സമർപ്പിച്ചു. രാത്രി റൂമിൻ്റെ കഥകൊക്കെ കുറ്റിയിട്ട് നമ്മൾ മൊബൈൽ പോകുന്ന ഒറ്റക്കാണ്. ക്യാമ്പസിലെ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയി. ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, ഇന്ത്യക്ക് പുറത്ത്, മാലദ്വീപ് ഒക്കെ പഠിക്കാൻ പോയി. നമ്മൾ അറിയണ ഒരു മനുഷ്യനുമില്ല. നമുക്കൊരു പെൺകുട്ടി ഫ്രണ്ട് ഉണ്ട് എന്ന് കരുതുക. ആരും അറിയില്ല എങ്കിലും നമ്മളറിയണ ആളുണ്ട്. ആര്? അള്ളാഹ് അറിയുന്നുണ്ട്. എന്ന് കൂടിയോ? സംഗതി എവിടെയോ? ആരും ഒരേത്ര സ്ഥലത്ത് പോയി നമ്മൾ നിസ്കരിക്കേണ്ട സമയമുണ്ടല്ലോ. ഭൂമിയിൽ എവിടെയായാലും നിസ്കരിക്കണം. നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം ടൂർ പോയതാണ്. അവിടെ പള്ളിയില്ല, വേറെ സൗകര്യമൊന്നുമില്ല, ഉതുർക്കാൻ വെള്ളമല്ല. പക്ഷെ നമുക്ക് തയമം ചെയ്യാം. നിസ്കരിക്കാൻ സമയക്കണേ വിശ്വാസി മുസ്ലിം ആണെങ്കിൽ എന്ത് ചെയ്യും? നിസ്കരിക്കും. സമയക്കണേ പിന്നെ അവിടെ അല്ല, ഭൂമിയിൽ എവിടെയാണെങ്കിലും. വേറൊരു സമൂഹത്തിനും കിട്ടാത്ത ഇളവ് നമുക്ക് തന്നാണ്. വേറെ മുൻഗാമികൾക്കാർക്കും ആ ഇളവ് കൊടുത്തിട്ടില്ല. ഭൂമിയിൽ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അവിടെ നമസ്കാരം ജീവിതത്തിൽ, ജീവിതത്തിൽ മുസ്ലിമിൻ്റെ കൾച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിലിപ്പോൾ കണ്ണ് കാണാത്ത ഒരാൾ എൻ്റെ മുമ്പ് കിട്ടി. അപ്പം എങ്ങനെയാണ് മുസ്ലിം ആകുക? എണീറ്റ് കണ്ണ് കാണാത്ത ഒരാളെ നിൻ്റെ മുമ്പിൽ കിട്ടി, അയാളുടെ മുമ്പിൽ നീ മുസ്ലിം ആകണം. എങ്ങനെ? പറഞ്ഞിരിക്ക. കണ്ണ് കാണാത്ത അന്ധനായൊരു മനുഷ്യനെ നിന്റെ മുൻപിൽ കിട്ടി, അയാളുടെ മുമ്പിൽ നീ മുസ്ലിം ആകണം. എങ്ങനെ? കെലിമ പറയാം. പറച്ചോനെ ഇതന്നെ ഇപ്പം മറ്റോ പറഞ്ഞു പറയണേ. അതാകട്ടെ, കെലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിം ആവൂല. കെലിമ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാമിൽ ആയി, പക്ഷെ അതിൻ്റെ കൾച്ചറും ആദർശവും നമ്മളെടുത്ത് വേണം. അള്ളാഹിനെ കുറിച്ച് അയാളോട് പറയാം. അങ്ങനെയല്ല മോനെ ഞാൻ ഉദ്ദേശിച്ചത്.
കണ്ണ് കാണാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പം നമ്മളെത്രയല്ല അനുഗ്രഹം ഇല്ലാത്ത ഒരാളാണല്ലോ. ആ അനുഗ്രഹം കുറവുള്ള ഒരാളെ നിന്റെ മുമ്പ് കിട്ടി. ഒരു മുസ്ലിം എപ്പോഴും സ്വർഗം കിട്ടാൻ ആഗ്രഹിക്കണവനാവണല്ലോ. ഏത് കാര്യത്തിലും സ്വർഗം കിട്ടണം. നീ ഒരു ഇല റോട്ടിൽ നിന്ന് മാറ്റുകയാണ്, വാഹനം ഓടിക്കുകയാണ്, നീ ടോയ്ലറ്റ് പോവുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്, ഏത് സമയത്തും നീ മുസ്ലിം ആകണം. അങ്ങനെയാണല്ലോ അല്ലേ? ഇതൊക്കെ എനിക്ക് നാളെ പരലോകത്ത് കിട്ടണം, അള്ളാഹിൻ്റെ ഇഷ്ടത്തിനാവണം എന്നുള്ള ആൾക്കാണ്. അന്ധനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ എന്ത് ചെയ്യും? അയാൾക്ക് നടക്കാൻ സഹായിക്കും. ഇയാൾ ചോന്ന ടീഷർട്ട്, ഞാൻ പറഞ്ഞിട്ടിരിക്കേ, കണ്ണ് കാണാത്ത അന്ധൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കണ്ണ് കാണാത്ത ആള് കണ്ണ് സലാം പറയുന്നൊക്കെ അവിടുന്ന് ഒരുത്തം വിളിച്ചറിയണ്ട, അതൊന്നും പറയണ്ട. ഒരാൾ വിളിച്ചറിയണ പറയണ്ട, അവനാൻ്റെ ആദർശം അവനാൻ്റെ നിലപാട് അറിയണ്ട. ഒരുത്തം പറയണേ നമ്മൾ പറയരുത്. ഇവിടെ ചില ആൾക്കാർ തല താത്തിരിക്കാൻ തുടങ്ങിയിരിക്കണം. ഞാൻ ചോദിച്ചെന്ന് പേടിച്ചിട്ടാണ്. മോന് പറയാം. സലാം പറയണം. അത് അവിടുന്ന് ആരോ വിളിച്ചറിഞ്ഞ കേട്ടിട്ട് പറഞ്ഞല്ലേ. സ്വന്തം ഇഷ്ടം പറയാനോ? ഇനി ഓന് സലാമോ നമ്മളെ മാപ്പിള പറയണ പോലെ അറിയില്ല. പണ്ടേ ഒരു ജാഥ ഇങ്ങനെ നടക്കുകയാണ്, നല്ല ജാഥ. അപ്പോൾ മുന്നിന്നിങ്ങനെ ഇൻഗുലാബ് സിന്ദാബ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയോ. ആദ്യമുള്ള ശബ്ദം കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ ഉണ്ടാവില്ല. കുറച്ചിങ്ങനെ മുന്നോട്ട് പോയാൽ പിന്നെ ശബ്ദം നിൽക്കുമല്ലോ. അപ്പം എന്ത് ചെയ്ത് മുന്നത്തെ ആൾ പറയണത് കേൾക്കണില്ല. അതിൽ പിറകിൽ ആൾ വിളിച്ചു പറഞ്ഞതാണ്, മുന്നിലെ മാപ്പിള പറയും പോലെ ഇൻഗുലാബ് സിന്ദാബ. മുന്നിലെ മാപ്പിള പറയും പോലെ ഇൻഗുലാബ് സിന്ദാബ. എന്താ പറയണേന്ന് കേൾക്കണില്ല. മനസ്സിലായോ? അതേപോലെ ഇനിയിപ്പോൾ ഓൻ സലാം പറയാറുണ്ട്, ഇനി ഓനും സലാം, അടുത്ത മേക്കത്തോനും സലാം അല്ലേ. ഓൻ കുറച്ച് വൈകിട്ടാണല്ലോ വന്നത്. എവിടെയൊന്നും ഉറങ്ങിപ്പോയി. നല്ല കാര്യം. അടുത്ത ആൾ ഉറക്കം കിട്ടിയല്ലോ, ഇനി ഓൻ ഉറങ്ങില്ല. അടുത്ത ആൾ കുറച്ച് വൈകിട്ട് അല്ല, അയാൾ മൊബൈൽ എടുക്കുന്ന ആളാണ് അല്ലേ. ഫിറോസിൻ്റെ അപ്പുറത്തുള്ള ആളും കുറച്ച് വൈകിട്ട് വന്ന്. അതെന്താ മോനെ കുളിച്ചില്ലല്ലേ? എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഈ സമയത്ത് കുളിക്കലുണ്ട്. ഉണ്ടല്ലേ? നല്ല ഈമുണ്ട്. ഇരിക്കും. ഞാൻ പറയാം, അന്ധനായ ഒരു മനുഷ്യനെ കിട്ടിയാൽ നമ്മൾ സ്വർഗ്ഗം ഉറപ്പിക്കണം. എങ്ങനെയാണ്? നമ്മൾ മുതിർന്ന ആൾക്കാരോടും ചോദിച്ചു നോക്കുക അല്ലേ. സ്വർഗ്ഗം ഉറപ്പിക്കണം നിങ്ങളുടെ മുമ്പിൽ ഒരു അന്ധനായ മനുഷ്യൻ. അതായത് നിങ്ങളിപ്പോൾ ഇന്ന് മരിച്ച്, ഉദാഹരണം ഞാൻ പറയാം, ഞാൻ ഒന്നും കൂടി വിശദീകരിച്ചു തരാം. നിങ്ങൾ മരണം ഇന്നാണ് നടക്കുന്നത്. നിങ്ങളൊരു കണ്ണുപൊട്ടനായ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ഈ കണ്ണുപൊട്ടനും നിങ്ങളും അള്ളാഹിൻ്റെ മുമ്പിൽ വരും, ഒരു ഡൗട്ടും ഇല്ല. കണ്ണ് കാണാത്തയാൾ നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞേക്കാം, ചിലപ്പോൾ അനുകൂലമായ സാക്ഷി പറഞ്ഞേക്കാം. അനുകൂലമാക്കലാണ് അന്തും ശുഹദാ അല്ലാഹു ഫിൽ അർദ്. ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഖുസൂസിയത്താണ്. നമ്മൾ ശുഹദാ, സാക്ഷികളാണ്. നമ്മളുമായി ഇടപഴകിയവർ, നമ്മൾ ജീവിച്ചവരൊക്കെ ഒന്നുകിൽ നമ്മൾക്ക് അനുകൂലം പറയും, അല്ലെങ്കിൽ പ്രതികൂലം പറയും. അനുകൂലമാക്കാനാണ് ശ്രമിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഓരോ നിമിഷത്തിലും മുസ്ലിമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം എന്നുള്ള. മൃഗങ്ങളടക്കം ഓക്കെ ശ്രദ്ധിക്കണം. അവരോട് ഇടപഴകിയെടുത്തടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണ് കാണാത്തൊരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾ കണ്ണ് കാണാത്തൊരു മനുഷ്യനെ കണ്ടുമുട്ടി. സക്കരിയ എന്ന് പറഞ്ഞ അന്ധനായ മനുഷ്യരെ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസത്തിൽ നിങ്ങൾ മരിക്കുന്നു. ബഷീറൊക്കെ എങ്ങനെ സ്വർഗ്ഗം ഉറപ്പിക്കുക? എന്നെ കാണുമ്പോൾ സലാം പറയും. പരിചയപ്പെടണം, ഒന്ന് താരീഫ്. സക്കരിയാണ്, ആ പേരോട് മുസ്ലിമാണ്. എന്തായാലും അള്ളാഹിൻ്റെ ദീൻ സംസാരിച്ചു കൊടുക്കും. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഇത് ഞാനൊരു കാര്യം പറയണേ, എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരും. എൻ്റെ സംസാരം അവസാനിക്കുന്നതിന് മുമ്പേ അന്ധനായ മനുഷ്യനെ കണ്ടാൽ സ്വർഗ്ഗം ഉറപ്പിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ അതൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ കയറി പോകുമല്ലോ. സ്വന്തം വീട്ടിലേക്ക് കയറി പോകുന്ന ആ രാത്രിയിൽ, ആ ദിവസത്തിൽ നിങ്ങൾ മരിക്കുകയാണ്. ആ കണ്ണടച്ചാളെ വിളിച്ച് നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്യണം. മോനെ, സ്വന്തം വീട്ടിൽ കയറി പോയിട്ട് മരിക്കും. അന്ന് രാത്രി നീ മരിക്കുകയാണ്. നീ മുസ്ലിമായി മരിക്കണമല്ലോ, മുസ്ലിമായി മരിക്കണം. സ്വർഗ്ഗക്കാരനാണ്, സ്വർഗം കിട്ടുമാണ്. എന്താ മാർഗം? കലിമ ചൊല്ലി എന്നുള്ളതല്ല, നമുക്കൊരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോകുക എന്നൊക്കെ പറയില്ലേ. ഒരു പ്രതീക്ഷയോടുകൂടിയൊക്കെ ചങ്ങായിമാരെ മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെപ്പോലൊരു ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുമ്പോൾ പ്രവാചകൻ അടുത്തുകയെന്ന്. എന്നിട്ട് പ്രവാചകൻ അയാളോട് ചോദിച്ചു, എന്താടാ? അപ്പോൾ അയാൾ പറഞ്ഞു എന്നാണ്, റസൂലേ, എനിക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് അള്ളാഹിൻ്റെ അടുത്തുള്ള, അങ്ങനെ ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചെയ്തു പോയ ചെറിയ തെറ്റുകൾ കുറേ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു പുറത്തു തരുന്നവനാണ്. അള്ളാഹിൻ്റെ റഹ്മത്തിലും എനിക്കെന്തുണ്ട്,
കാരുണ്യത്തിനെ സംബന്ധിച്ച് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇത് പൊറുക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്, ചെയ്ത നന്മകൾ സ്വീകരിക്കും എന്നുള്ളതുണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാണ് അത് അതേപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു. ഇതുവരെ ഞമ്മക്കിങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു അങ്ങനെ ഉണ്ടല്ലോ, അതിനെന്താ മാർഗം? വീട്ടിൽ കയറുമ്പോൾ മുസ്ലിമായിട്ട് അവിടുന്ന് നിൻ്റെ മയ്യത്ത് പോകണം, അത് ഉറപ്പിക്കാൻ എന്താ ഉണ്ട്? അങ്ങാടി പോവാണ്. അങ്ങാടി പോകുമ്പോൾ മോനിരുന്നോ, അങ്ങാടി പോവാണ്, അങ്ങാടി പോവുകയാണ്. നിന്നോട് അങ്ങാടിയില്ലേ? ആ പീടിയെന്ന് പറയാം. ആ പീടി പഠിച്ചോനെ. അത് ഞാൻ ഈ തിരുവനന്തപുരത്ത് ക്ലാസ് എടുക്കാൻ പോയിട്ടേ ഒന്നാമത്തെ ദിവസം കുട്ടികളെ പരിചയപ്പെട്ടുട്ടോ. അപ്പോൾ കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഉപ്പ എവിടെയെന്ന് ചോദിക്കും. മിക്കവാറും കുട്ടികളൊക്കെ ഉപ്പ മരിച്ചു പറഞ്ഞു. ഉപ്പ മരിച്ചു പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പഠിച്ചോനെ ഈ കുട്ടികൾ യത്തീംഖാനയ്ക്ക് പഠിപ്പിച്ചു പോകുന്നല്ലോ. എന്തൊരു അത് 80-90% കുട്ടികൾ ഉപ്പ മരിച്ചു എന്നാണ്. എനിക്ക് കരച്ചിൽ വരിക. കാരണം ഈ അനാഥ കുട്ടികൾ അല്ലെങ്കിൽ തന്നെ സാധുക്കൾ. ഞാൻ ഈത്തപ്പഴം പോയി കൊടുത്തിട്ട്, ഈത്തപ്പഴം കുറച്ച് നല്ലൊരു ഈത്തപ്പഴം അപ്പോൾ കൊടുത്തേക്ക് ഇൻ്റർവെല്ലിന് അടിച്ചപ്പോൾ കുട്ടികൾ മുഴുവൻ സ്റ്റാഫ് റൂം വളഞ്ഞാണ്. അപ്പോൾ എന്താ ചോദിച്ചു, മാമ വിളിക്കണേ. ഞാൻ സാറാന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ എന്നെയാണ് ചോദിച്ചു. ആ വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് ആ മിഠായി തരുമെന്ന് വെച്ച് കുട്ടികൾ കൈയിട്ട് ഈത്തപ്പഴേ അല്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്ന് ദരിദ്രരാണ്, മത്സ്യത്തൊഴിലാളി കുട്ടികളല്ലേ. രണ്ടാമത്തെ ഒന്നുകിൽ അത്ര നല്ല ഈത്തപ്പഴം അവർക്ക് കിട്ടിയില്ല, ഓരോ മിഠായി എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം. ആ കുട്ടികളാണല്ലോ. ഞാൻ ചെന്ന് കുട്ടികളെ പരിചയപ്പെട്ട് ഉപ്പാനെ ചോദിച്ചത്. കുട്ടികൾ എങ്ങനെയായാലും മിക്കവാറും കുട്ടികളൊക്കെ പറഞ്ഞു ഉപ്പ മരിച്ചു. അപ്പോൾ വിഷമം കാരണം ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നിട്ട് അവിടെ ബസ്സിൽ ഒപ്പം പോണ ഹെൽപ്പർ ഉണ്ട്, ഉമ്മ മുംതാസ്. ആ മുംതാസ് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ പിന്നെ നമ്മൾ ഇങ്ങനെ ഞാൻ കുട്ടികളൊക്കെ പരിചയപ്പെട്ടു, മിക്കവാറൊക്കെ എത്തിയും കുട്ടികളാണല്ലേ. ആ എന്താ സാറേ എന്ന് ചോദിച്ചു. അല്ല കുട്ടികളൊക്കെ ഉപ്പാര് മിക്കവാറൊക്കെ മരിച്ചിരുന്നു. ഉപ്പ മരിച്ചു. അപ്പം മുന്താസുമ്മ എന്നോട് പറഞ്ഞു ആ ഉപ്പാരൊക്കെ മരിച്ചിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഉറപ്പായി, ഇത് തീരുമാനമായി. ഉപ്പാര് മരിച്ചല്ലോ എത്തി കുട്ടികൾ. ഞാൻ സ്കൂൾ വിട്ട് പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്ത സ്കൂളിലുള്ള ഒരു സാറ്, മുഹമ്മദ് സാറ്, അദ്ദേഹത്തിൻ്റെ കൂടെ ബൈക്കിലാണ്. അദ്ദേഹത്തോടും പറഞ്ഞു എൻ്റെ സ്കൂളിലെ കുട്ടികൾ മിക്കവാറും ഒക്കെ വാപ്പ മരിച്ച പോലെയാണ്, ഉപ്പാര് മരിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു ആ അതിന് സാധ്യത. കുറച്ചും കഴിഞ്ഞിട്ട് മൂപ്പരെ ആ സാറേ ഒരു പ്രശ്നം ഉണ്ട് കാരണം എന്ത് ചോദിച്ചു. നിങ്ങൾ എന്താ ചോദിച്ചു ഉപ്പ മരിച്ചോ. ഞാൻ ഭാഷ നന്നാക്കി ചോദിച്ചാണ്, അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഉപ്പ എന്ന് പറഞ്ഞാൽ വല്യുപ്പയാണ്, മറ്റേ നിങ്ങൾ ബാപ്പ എന്ന് തന്നെ പറയണം എന്നാണ്. പിറ്റേന്ന് പോയി ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ എല്ലാ കുട്ടിക്കും ബാപ്പുണ്ട്. ഉപ്പ പറഞ്ഞാൽ വല്യുപ്പയാണ്. ഭാഷ തരുന്ന ഒരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ തേങ്ങ അല്ല അവിടെ തെങ്ങില്ല അല്ലേ, തെങ്ങുണ്ട് അവിടെ. ആ തേങ്ങ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കണീന് നമ്മളെന്താ പറയാ? തേങ്ങ. ആ ഇവിടെ പറഞ്ഞോളൂ, ഞാൻ പറയില്ല. ആ അവിടെ പറഞ്ഞാൽ അടിയുടെ വെയിലേ വരുന്ന അറിയില്ല. ഞാൻ ഖുർആൻ ക്ലാസ്സിൻ്റെ അടിയിൽ നമ്മളെ മറ്റേ പിന്നെ NRS ഇത് വഖഫുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ഇഷ്യൂ വന്നില്ലേ, അന്ന് എന്തോ സൂറത്ത് അംബിയായിലൊരു വാചകം എടുത്തു നോക്കുമ്പോൾ അതിങ്ങനെ വിശദീകരിക്കേണ്ട ഇടയിൽ എന്തോ സാധനം ഞമ്മക്ക് എന്ത് തേങ്ങാക്കോല വെച്ച് ഇല്ല അല്ലോ കുടുങ്ങിയില്ലേ. അപ്പത്തിനും ആൾക്കാരെ കണ്ണുമൂറ് മാറി. എനിക്കിത് എന്താണെന്നറിയില്ല. മുന്നിൽ അത്രയും നേരം ഇങ്ങനെ അങ്ങനെ എൻ്റെ ക്ലാസ് കെട്ടിയുന്ന ആൾക്കാർ പിന്നെ ഓരോ കണ്ണുമുറക്കം മാറി. അതിൽ പുറത്ത് ക്ലാസ് കഴിഞ്ഞേക്ക് 2 തവണ നീച്ച്. പിന്നെ സാറേ നിങ്ങൾ അറിയാത്തൊരു വാചകം പറഞ്ഞിട്ടുണ്ട്, തേങ്ങ ആ പ്രശ്നമാണ്, അത് പറയാൻ പറ്റൂല അവിടെ. അസഭ്യമാണ്, ചീത്തയാണ്, പേരും ചീത്തയാണ്. അപ്പം ഞാൻ എന്നിട്ട് കൊണ്ടുപോയി, എനിക്കിത് പരിശോധിക്കാൻ വേണ്ടി കണ്ട് ഒരു ഹൈന്ദവനായ സഹോദരനെ കൊണ്ടുപോയിട്ട് തെങ്ങിൻ്റെ താഴത്തിങ്ങൾ നിങ്ങൾ അതിനെന്താ പറയുക വെച്ച്. ഓലൊന്നും ഇങ്ങനെ ആലോചിച്ചിട്ട് അത് സാറേ അവർ പറയണില്ല. അപ്പം ഭാഷയിലൊരു പ്രശ്നമുണ്ട്. അത് ഈ നാട്ടിലുള്ള ചിലപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ വാക്കിൽ ഏതായാലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയാലും നിങ്ങൾ ക്ഷമിച്ചളി. ഏതായാലും അങ്ങാടിക്ക് നിങ്ങൾ എന്താ പറഞ്ഞത്? പീടിക്ക് പോയി കടമുറി നിങ്ങളിപ്പോൾ കാസർഗോഡ് അങ്ങാടി എന്ന് അറിയില്ലേ, അതിനെന്താ പറയുക? ടൗണ് പോവണിയിൽ ഒരു മര്യാദ ഉണ്ട് മുസ്ലിം. ടൗണ് പോകുമ്പോൾ മരിക്കുകയാണ്. എങ്ങനെ മരിക്കുക? അല്ലെങ്കിൽ ടൗണിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ മുസ്ലിമായിട്ട് മരിക്കണം. അങ്ങനെയാണല്ലോ നമ്മളെ ലക്ഷ്യം. അങ്ങനെയാണല്ലോ എവിടെ വെച്ച് മരിക്കണം. ബാത്റൂമിൽ പോകുമ്പോൾ മരിച്ചാലും മുസ്ലിമായിട്ട് മരിക്കണം, അങ്ങനെയാണല്ലോ. അതിനൊക്കെ ചില കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് നമ്മളെന്ത് ചെയ്യണം?
ആദ്യം പഠിക്കണം. നമ്മളിപ്പോൾ കേവലം അങ്ങനെ ബാപ്പി ഇമ്മി മുസ്ലിം അതിൻ്റെ പേരിൽ കുപ്പായിട്ട് നടക്കുകയാണ്. എടോ ഒരു ജോസഫിൻ്റെയും മറിയൻ്റെയും കുട്ടിയായിട്ടാണ് ഫാത്തിമാക്കും അബ്ദുൽ എന്തായിരുന്നു ബാപ്പാൻ്റെ പേരാണ് മുഹമ്മദ് ഹനീഫിനും പകരം ചെയ്ത് ജോസഫിൻ്റെയും മറിയൻ്റെയും കുട്ടിയായിട്ട് ജനിച്ചിക്കണ വെച്ചെങ്കിൽ ഇപ്പം അങ്ങനെ പോകും അല്ലേ? ആ അതിനപ്പുറം ഇസ്ലാമി നമ്മൾ പറയണം, പഠിക്കണം, അറിയണം, അത് ജീവിതത്തിൽ പകർത്തണം. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ സംഘാടകരുമായി. അത്രയും മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പടിക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എന്ത് ചെയ്ത് നമ്മൾ പേരിൽ ഇതായ പോരാ. അവനോട്ടി നിന്ന് പോയെങ്കിലേ ഇരിക്കും. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടി പോകുമ്പോൾ എങ്ങനെ സ്വർഗം കിട്ടണ്ടറിയോ? ഒന്നവിടെ അനാവശ്യത്തിലത്തൊന്നും ഇടപെടരുത്. വഴിയോരത്ത് നിൽക്കുകയാണെങ്കിൽ വഴിക്ക് കുറേ അവകാശമുണ്ട്, അത് കൊടുക്കണം. അതോടൊപ്പം നമ്മൾ സ്വർഗം ഉറപ്പിക്കാൻ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. എന്താ ഈ ക്യാമ്പ് കൊണ്ട് കിട്ടി വെച്ചാൽ, നിങ്ങൾ അന്ന് റാണിപുരം അല്ലേ, ഇതിന് റാണിപുരം ക്യാമ്പ് നടത്തി ബോത്താർ വേണമെങ്കിൽ ഒരാൾ സീറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നിരുന്നു. ആ കാപ്പി ഷർട്ട് ഇവിടെ വാ മോന് പഠിക്കുക നീതു. സ്വർഗം ഉറപ്പിക്കാനാണല്ലോ. അപ്പൊ ചില ടിപ്സുകൾ പറഞ്ഞുതരാം. റാണിപുരം ക്യാമ്പിൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അതെങ്കിലും ഇവിടുന്ന് കിട്ടിയിട്ട് പോകണം. പക്ഷേ അതിലൊന്ന് ഫുൾ ഒരു വുളുവോടുകൂടി മരിക്കണോ സ്വർഗത്തിലാണ്. വുളുവോടുകൂടി മരിക്കുന്നവൻ സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കുളിച്ച് കിടക്കണം എന്നുള്ളതാണ് മതവിധി. കുളിക്കാൻ കഴിയാത്ത ആളെന്ത് ചെയ്യണം? വുളുവെങ്കിലും എടുക്കണം എന്നാണ് ഇമാം ബുഖാരി റഹ്മഹുല്ല അതിന് ബാബിന് അങ്ങനെയാണ് എഴുതി കൊടുത്തത്. അതാണ് വിധി. നമ്മൾ മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യും? സുബൈ ഇതേമയത്തൊക്കെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, അത് പാലിക്കണ്ടേ. ഉളുവോട് കൂടി ഉളു നമ്മളെടുത്തുണ്ടാണ്. ഉളു നമ്മളെടുത്തുണ്ടാണ്. നമ്മളിപ്പോൾ ടോയ്ലറ്റ് കയറി മൂത്രയിച്ചിറങ്ങും, അതിൻ്റെ അപ്പുറത്ത് പൈപ്പും വെള്ളമുണ്ട്. ഉളുർത്താൽ മതി. കുളിക്കുമ്പോൾ വുളു എടുത്ത് കുളിക്കണം. കണ്ടിട്ടില്ലേ? വുളുവോട് കൂടി മരിച്ചാൽ സ്വർഗം ഉറപ്പാണ്. അപ്പോൾ വുളു എന്നോട് അള്ളാഹ് കൽപ്പിച്ച ഒരു സംഗതി ഉണ്ട്. എൻ്റെ ഞാൻ വുളു എടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾ കഴുകി കളയും, എൻ്റെ ചെയ്തു പോയ പാപങ്ങളൊക്കെ മാപ്പപ്പെടും. ഫുൾ ടൈം വുളുവിലാണെന്ന് തീരുമാനിച്ചു നോക്കി. ആക്സിഡന്റിൽ മരിച്ചതും എല്ലാ മരിച്ചതും ഒക്കെ നമ്മളെന്താണ്? സ്വർഗത്തിലാണ്. വുളുവിലാവണമെന്ന് നമ്മൾ തീരുമാനിക്കപ്പെടാം. അള്ളാഹിനെ പറ്റി ചിന്ത ഉണ്ടാകുമ്പോഴേ വുളു എടുക്കാൻ ചിന്ത വരുള്ളൂ അല്ലേ? അപ്പോൾ വുളു ഉണ്ടാവണം. ഒന്ന് 20 വ്യക്തി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്വകാര്യം പറയാൻ വേണ്ടി ഒരാൾ ദൂരത്തുനിന്ന് വന്ന്. അങ്ങനെ ദൂരത്തുനിന്ന് വന്നാളേറ്റ് സ്വകാര്യം പറയാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് ഒരാൾ അന്വേഷിച്ച് വന്നു. പാപ്പാനോട്ടിൻ്റെ പേരെന്തേന്നു? ഫിറോസിൻ്റെ അഞ്ചനത് അല്ലല്ലേ? നിങ്ങളെ പേരെന്തേന്നു? ഷബീറിൻ്റെ വീട് എവിടെ? ചെമ്മനാടുള്ള ഷബീറിൻ്റെ വീട്ടിലേക്ക് കോഴിക്കോട് ഫറൂഖ് എന്ന് എങ്ങനെ ഇരിക്കുക ഞാൻ ചോദിച്ചാൽ വേണ്ടി നീപ്പിച്ചത്. കോഴിക്കോട് ഫറൂഖ് എന്ന് എന്ത് ചെയ്തു? ഒരാൾ വന്നു. ഒരു സ്വകാര്യം പറയാനാണ് വന്നത്. എന്തോന്ന് പറയാം. എവിടേക്ക് കൊണ്ടുപോകും അയാളെ? സ്വകാര്യം പറയാം. വീട്ടിലേക്കാണ് വന്നത്. എവിടെ വെച്ചിട്ടാ സ്വകാര്യം പറയാം? അടുക്കളയില. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കണോ ഷബീർ ഭായിക്ക്? നിങ്ങളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്ന് നിങ്ങളോടൊരു സ്വകാര്യം പറയാനാണ് വന്നത്. എവിടെയാണ് അയാളെ കൂട്ടിക്കൊണ്ടു പോവുക? വീട്ടിൻ്റെ ഓഫീസ് റൂം. ഓക്കെ, നിങ്ങളെങ്ങോട്ട് കൊണ്ടുപോകും? വീട്ടിൻ്റെ ഓഫീസ്. വീട് തന്നെ മുകളിൽ എവിടെയെങ്കിലും ആരും ഇല്ലാത്തടത്ത് കൊണ്ടുപോകും. പിന്നെ നമ്മളെ മുദരിസ് വരാന്തിയിൽ എന്ന് പറയും. മൂപ്പര് വരാന്തിയിൽ എന്ന് പറയും. അങ്ങനെ നിങ്ങളെവിടെ കൊണ്ടുപോകും? വീടിൻ്റെ റൂമിൽ പറയും. നിങ്ങൾ നബിയിൽ എവിടെ കൊണ്ടുപോകും? സലായി ഇനി നമ്മൾ ജില്ലാ പ്രസിഡന്റിൻ്റെ കുറേ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും? ലിവിങ് റൂമിലുണ്ടെങ്കിൽ നന്നായി തിന്നാനൊക്കെ കൊടുക്കും. അയാൾക്ക് പോയാൽ തിന്നാൻ കിട്ടും കേട്ടോ. എനിക്കറിയാം, നല്ല കിട്ടും. തിന്നാൻ അയാൾ നല്ല തരും. കാരണം ആ തിന്നല്ല ഗുണം മൂപ്പര് കാണുന്നുണ്ട്. കണ്ടില്ലേ? ഇതോ അത് വേറൊന്ന്. അവിടെ തിന്നാൻ കിട്ടും എനിക്കറിയാം. കാരണം എനിക്ക് വർഷങ്ങളായിട്ട് അനുഭവം ഉള്ളതാണ്. അക്ബർ അങ്ങോട്ടുണ്ടോ? അഹമ്മദാക്കാൻ്റെ പെരയ്ക്ക് ഞാൻ പോയിട്ടില്ല. മാന്യമായ സ്ഥലത്ത് നിങ്ങൾ കേൾക്കണോ?
സംഗതി അതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുക. നമ്മളങ്ങനെ വരുമ്പോൾ വീട്ടിൽ അതിനാണല്ലോ വീടുണ്ടാക്കിയ ഓഫീസ് റൂം ഉണ്ടാക്കിയത് സംസാരിക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ അങ്ങനെ വന്ന് ഇയാളെ കുട്ടി എന്താ ചെയ്തറിയോ? എന്തെന്ന് ചോദിച്ചു, എനിക്ക് നിങ്ങളോടൊരു സ്വകാര്യം പറയണ്ടേ അന്ന് പറഞ്ഞു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു ഇയാളെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇയാൾ പറയണ്ടേ എനിക്ക് സ്വകാര്യം പറയണ്ടേ, എനിക്ക് സ്വകാര്യം പറയണ്ടേ. അങ്ങനെ പോയി എവിടുക്ക പോകണമെന്നറിയോ? അങ്ങാടി പോയിട്ട് അങ്ങാടിക്ക് പ്രവേശിക്കണ സ്ഥലമുണ്ടല്ലോ, ആ കവാടത്തിങ്ങ നിന്നിട്ട് ഇയാളോട് പറയാൻ പറഞ്ഞു. അങ്ങാടിക്കാകുമ്പോൾ കുറേ ആൾക്കാർ കയറി വരൂലേ, അങ്ങോട്ട് പോകണോലുണ്ടാവും ഇങ്ങോട്ട് വരുന്നവരുണ്ടാവും. കാണുന്നോല് എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും പറയലോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബി സുന്ന എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്. സലാം പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇയാളെ വർത്താനം കഴിഞ്ഞു. വർത്താനം കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ചങ്ങയ്യേ ഞാൻ എന്തിനാ അങ്ങോട്ട് കൂട്ടി പോകുന്നതെന്നറിയോ? നമ്മൾ വീട്ടിലിരുന്ന് സംസാരിച്ചാൽ സംഗതി കാര്യമൊക്കെ നടക്കും. അപ്പം എൻ്റെ കാര്യം നടന്ന് നമുക്ക് സ്വർഗം ഉറപ്പിക്കാൻ പറ്റുക അങ്ങനെ അറിയാവോ? ഒരാൾ മരിക്കണ ദിവസത്തിൽ 20 വ്യത്യസ്ത മുഖങ്ങളോട് സലാം പറഞ്ഞിക്കണമെങ്കിലേ, അപ്പോൾ നീ 20 വ്യക്തികളോട് മാറി സലാം പറഞ്ഞിക്കണമെങ്കിൽ ആ ദിവസത്തിലാണ് നീ മരിക്കണെച്ചെങ്കിൽ നിനക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന്. നമ്മൾ ആരോടൊക്കെ സലാം പറയല്? സലാം തന്നെ ഏതപ്പോൾ ആയിഷ W സലാം V സലാം വാട്സപ്പിൽ അയക്കണമൊക്കെ അങ്ങനെ പരമാവധി ഷോർട്ട് കട്ടിന് മറ്റേ ഇല്ല, അല്ലെങ്കിൽ വേഗം പോയി സ്റ്റിക്കർ ഒട്ടിക്കും. ഇന്നാലില്ല വരെ സ്റ്റിക്കറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ആൾ പറയണോലുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആവണേ ഇത് സ്റ്റിക്കർ എവിടെയെന്നാ തപ്പുക, എന്താന്നല്ല തപ്പണേ, സ്റ്റിക്കർ എവിടെയെന്നാ തപ്പണേ. മറ്റേ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആവുമ്പോൾ എന്തായാലും വരുമല്ലോ, അത് ഒരു സമയമല്ല. ഇത് സ്വർഗ്ഗം ഉറപ്പിക്കാൻ കുറേ മാർഗമുണ്ട്. അന്ധനായ മനുഷ്യനെ 40 അടി നടക്കാൻ സഹായിച്ചാൽ മതി. 40 അടി. ആ ദിവസത്തിൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. നിങ്ങളെ മുമ്പിൽ വിശന്ന് ദാഹിച്ചു കൊണ്ടൊരു പട്ടി വരുമ്പോൾ ആ പട്ടിക്ക് വെള്ളം കൊടുത്ത ദിവസത്തിൽ നിങ്ങൾ മരിച്ചാൽ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണ്. അതുണ്ടെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ നൽകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യണം? സംജാതമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്വർഗ്ഗം ഉറപ്പിക്കാൻ മുസ്ലിമായി ജീവിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് ഈ ക്യാമ്പ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആർ യു റെഡി? റെഡിയാണോ? എങ്കിൽ പ്ലീസ് സ്റ്റാൻഡ് അപ്പ് എവരിവൺ. ദെൻ സല്യൂട്ട് ടു മീ. സല്യൂട്ട് അടിക്കാനാണ് പങ്കഞ്ഞു പിടിച്ച സല്യൂട്ട്. ഒന്നിരിക്കും, ഞാൻ കാണിച്ചു തരാം ആദ്യം. അയ്യാ, ഓരോരുത്തർ സല്യൂട്ട് അടിച്ചാണ്. വല്ലതും കൊടുക്കണ്ട പോലെ ഇങ്ങനെ എന്താ സല്യൂട്ട് അടിക്കാന്ന് പറഞ്ഞാൽ ആദ്യം കാലെന്ത് ചെയ്യണം? ഏത് ഷേപ്പാ? V ഷേപ്പ് വേണം. കാല് V ഷേപ്പ് ആക്കണം. മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാതെയാണ്. നമ്മൾ ഒരു കൈ അകലത്തിൽ നിൽക്കുക എന്നൊക്കെ സ്കൂളിൽ നിന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് അതിൻ്റെ ഹിക്മത്ത് എന്താന്ന് മനസ്സിലായിട്ടില്ലല്ലോ. ഇതാണ് ഹിക്മത്ത്. മറ്റവൻ്റെ മുഖത്ത് തട്ടരുത്. മുന്നുക്കും ബാക്കൊക്കെ ഒക്കെ ആക്കുമ്പോൾ മറ്റൊരാളെ തട്ടരുതേ. നമ്മളോട് PT മാഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഏത് ഒരു കൈ അകലത്തിൽ നിൽക്കുന്നൊക്കെ. ഒരു കൈ അകലത്തിൻ്റെ മറ്റൊന്ന്. ഓക്കെ, എന്നാൽ ഒന്നുകൂടി ഞാൻ സല്യൂട്ട് അടിപ്പിക്കുകയാണ്. പ്ലീസ് സ്റ്റാൻഡ്. സല്യൂട്ട് അടിക്കണം. ഞാൻ പറയുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ടത് കാല് V ഷേപ്പായിട്ടാണ്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടിക്കണം. മറ്റൊരാളെ തട്ടുകയും ചെയ്യരുത്. ഓക്കെ, തട്ടാൻ പാടില്ല. അത് എത്ര ആളെ തട്ടാതെ നോക്കണം. ഓക്കെ, റെഡിയാണോ? സല്യൂട്ട്. ഒരൊച്ചൊക്കെ നല്ലതാണ്. ഇനി കൈ തീർക്കിയിരിക്കും. ആ ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ നീച്ചിട്ടില്ലെങ്കിലേ നീരിങ്ങനെ ഇളകുമാണല്ലോ. ഇനി അവിടെ ഇരുന്നിട്ട് നമ്മൾ മെക്സവർ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ ഇരുന്നിട്ട് നിങ്ങളെ കാലിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ എല്ലാ രീതിയിലും ഞാൻ ഗ്യാപ്പ് ഇട്ടണം. ഓരോ കാൽപാദം ഇങ്ങനെ പാദം മാത്രം കറക്ക്. ഒരു 10 വട്ടം വലത്തേ കാല്, പിന്നെ 10 വട്ടം ഇടത്തേ കാല്. ഓരോന്ന് ഞാൻ ഓരോ ഗ്യാപ്പ് ഇട്ടത് അതിനാണ്. എന്തിനാ ഈ സീറ്റ് ഇത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് ആരോ എന്നോട് ചോദിച്ചു. മനസ്സിലായില്ല എന്തിനാണെന്ന്? ഈമാൻ കിട്ടും. ഇബ്രാഹിക്ക, ഈ അച്ചടക്കത്തിലിരിക്കുന്ന സദസ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്തേരി. ഞാൻ അങ്ങനെ സംസാരിക്കണം. ഈ അച്ചടക്കത്തിലിരിക്കുന്ന സദസ്സിൻ്റെ ഒരു ഫോട്ടോ ബാക്കിൽ നിന്ന് ഇങ്ങനെ എൻ്റെ മുഖം കിട്ടാതെ എടുത്ത് തരണം. വീഡിയോ വേണ്ട, അത് നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ബിസ്മില്ലാ.
ആ വീഡിയോ എന്താ അറിയാം, ഞാൻ സാന്ദർഭികമായി പറയാം. നിങ്ങൾ ഈ 10-60 ആൾക്കാരുണ്ടല്ലോ, KNM സൽഫി മസ്ജിദ് എന്താണ് ആ യൂട്യൂബ് ചാനൽ, ആ പേപ്പർ ഇപ്പത്തിന് സൈഫ കടല പോഞ്ഞോ, ആ ഇവിടെ ഉണ്ടല്ലേ. KNM ടൗൺ സലഫി ജുമാ മസ്ജിദ് കാസർഗോഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പം ഇന്ന് ഇവിടെ നടന്ന, ഇന്നലെ ആയിട്ട് ഇവിടെ നടന്ന പ്രോഗ്രാമൊക്കെ അതിലുണ്ട്. ടൗണ് അമീ സലഫിയിൽ നടക്കണ ഖുത്ബാളൊക്കെ അതിൽ വരാറുണ്ട് അത്രേ. അതൊക്കെ എല്ലാവരും ഒന്ന് നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് അതിൻ്റെ. അതിനെന്തൊക്കെ പറയും, ലൈക്ക് അടിക്കുക ഗെയ്സ്, ബട്ടൺ അടിക്കുക, അല്ല ബട്ടൺ അടിക്കുകയല്ല, എന്താണ് ബെല്ലടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഗെയ്സ്. ഗെയ്സ് അതൊക്കെ നിങ്ങളൊന്ന് ഗെയ്സ് എന്ന് പറഞ്ഞാൽ ചെയ്യണേ, പ്രത്യേകം പറഞ്ഞതാണ്, ഓർമ്മപ്പെടുത്തി. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്യാമ്പിൻ്റെ ഒരു തീരുമാനം, നമ്മൾ പേരിലുള്ള മുസ്ലിങ്ങളല്ല, കർമ്മം കൊണ്ടുള്ള മുസ്ലിം. കാരണം സ്വർഗം ഉറപ്പിക്കൽ നമ്മുടെ, അതിനാണ് ലക്ഷ്യം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇപ്പോൾ ഇന്നലെ ഇവിടേക്ക് വരുന്നതിൻ്റെ മുമ്പാണെങ്കിൽ എന്താ ഈ ഇവിടേക്ക് ചിലവഴിച്ച്, ഇന്നലെ ഉച്ചല മുതൽ ചിലവഴിച്ച് ഇന്നിപ്പോൾ ഒരു അസറോട് കൂടിയേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുള്ളൂ അല്ലേ? എന്തിനാ 24 മണിക്കൂർ വെറുതെ കളഞ്ഞത്? 24 മണിക്കൂർ വെറുതെ കളയാതിരിക്കാൻ ഒരു തീരുമാനം നീ എടുക്കണം. എന്ത്? മുസ്ലിമാവും. മുസ്ലിമാകുക കാരണം പേരിലല്ല, കർമ്മം കൊണ്ട് മുസ്ലിമാകുന്ന തീരുമാനം എടുത്ത്, അതിൽ പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ 5 നേരത്തെ നിസ്കാരം ഫർളാണ്. എത്ര റക്അത്തുണ്ട് ഒരു ദിവസം മോനെ? 5 റക്അത്ത് ആകത്തര ഒരു ദിവസം നിസ്കരിച്ചണം. കണക്കൂട്ടട്ടെ മോനെ, ആഷിമിൻ്റെ മോൻ എബനാഷിം, കണക്ക് കൂട്ടണം അല്ലേ? കണക്ക് കുറച്ചുണ്ടാ വിധം കണക്ക് പഠിപ്പിച്ചണേ. എബന ബഷീർ 11, ഇബന ഷാഫി 17, ഷാഫി 17 പറഞ്ഞു, ഇബന ഷാഫി. ഇത് മറ്റേ ഇവൻ്റെ ബാപ്പാൻ്റെ പേര് മറന്നല്ലോ, മുഹമ്മദ് അല്ലേ മോനെ? എത്ര? 17 ഇരിക്കും. 17 റക്അത്ത് നിർബന്ധം അല്ലേ? 17 ഉള്ളൂ? അല്ല, ഒരു വിശ്വാസി 17 എന്തായാലും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നത്. 17 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. പക്ഷെ സ്വർഗത്തിലൊരു വീടുണ്ടാവണം എന്ന് ആഗ്രഹിക്കുമ്പോഴോ അത് ചെയ്യും. അപ്പോൾ 27 അല്ലെങ്കിൽ 29, 12 റക്അത്ത്, 10 റക്അത്ത് സുന്നത്തുണ്ട്. സുബഹിക്ക് മുമ്പ് 2 റക്അത്തുണ്ട്. ഈ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിന്റെ പ്രത്യേകത, അത് നിങ്ങൾക്ക് അഥവാ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, എന്നും നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ നിസ്കാര ശേഷം സുബൈ ജമാഅത്ത് അല്ലെങ്കിൽ സുബൈ ഫർള് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ അനുവാദമുണ്ട്. അത്ര പ്രാധാന്യമുള്ളതാണ് സുബൈൻ്റെ. റക്അത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞാണ്ട് ഖൈറും മിന ദുനിയ വമാ ഫിഹ എന്ന് പറഞ്ഞത് ഫർള് നിസ്കാരത്തെ പറ്റിയല്ല, സുന്നത്തിനെ പറ്റിയാന്നുള്ളതാണ് മുഹദ്ദിത്തുകൾ പലരും പറഞ്ഞത്. മനസ്സിലായോ? ദുനിയാവ് മൊത്തം ലഭിക്കുന്നേക്കാൾ ഉത്തമമാണ് ഏത്? സുബൈൻ്റെ 2 റക്അത്ത്. ളുഹറിൻ്റെ മുമ്പ് 4 ഉണ്ട്, 12 റക്അത്ത് എന്ന് പറഞ്ഞാൽ 4ആണ്, ശേഷം 2ഉം. 10 റക്അത്ത് എന്ന് പറഞ്ഞാൽ ഹദീസിൽ മുമ്പത്തെ 2 കൂട്ടിയാൽ മതി ളുഹറിൻ്റെ മുമ്പ്. അസറിന് ശേഷമല്ല, അസറിൻ്റെ മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു 4 റക്അത്ത് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ 4 കേട്ടോ. മഗ്രിബിന് മുമ്പും 2 നിങ്ങൾക്ക് എപ്പോഴേലും വേണമെങ്കിൽ നിസ്കരിക്കാം. മഗ്രിബിന് ശേഷം 2 ഉണ്ട്, ഇശാക്ക് ശേഷം 2 ഉണ്ട്. ഇത് നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു വീട് കിട്ടും. ഞങ്ങയ്യേ സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിങ്ങൾക്ക് വേണ്ടി, ചെറിയ കൊട്ടാരം അല്ല പണിയുന്നതാണ്. സ്വർഗത്തിൽ കുറേ കൊട്ടാരം. സ്വർഗമാണെന്ന് ആഗ്രഹിക്കുമ്പോൾ സുന്നത്തിന് സമയം ഉണ്ടാവും. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറൊക്കെ ചെല്ലാം. വുദുവോട് കൂടി മരിച്ച സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞ് കയറിയാൽ മതി. ഫോണും വെച്ചിങ്ങടാ ചെരുപ്പ് ഊരും കൂടി ഇല്ല. ചിലപ്പോൾ ചിലപ്പോൾ ഒരു ചെരുപ്പ് ഊരിങ്ങാണ്ട് ഒരു ഷൂസ് ഇട്ടുങ്ങാണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പെരയിക്കാണ് കയറണമെന്നുള്ള ചിന്തയും കൂടി ഇല്ല. വീട്ടിലേക്ക് കയറുമ്പോൾ മൻ ദഖല ബൈതഹു ബിസ്സലാം, സലാം കൊണ്ട് പ്രവേശിച്ചവൻ അള്ളാന്റെ സംരക്ഷണത്തിലാണ്. സലാസത്തുൻ ഫി ദിമ്മത്തില്ല, 3 വിഭാഗത്തിന്റെ സംരക്ഷണം അള്ള ഏറ്റെടുത്ത്. 1 ജിഹാദിന് പുറപ്പെട്ടവനാണ്, അതിൻ്റെ ഇടയിൽ അള്ളാഹ് സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടക്ക് നിങ്ങൾ മരിച്ച നിങ്ങൾ സ്വർഗത്തേക്കുള്ളത്. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി തന്നെ ഒരു കാര്യം ഇതാണ്, ഏത്? ദഖല ബൈതഹു ബിസ്സലാം, സലാം പറഞ്ഞങ്ങാണ്ട് വീട്ടിലേക്ക് കയറണം. സലാം പറഞ്ഞ് വീട്ടിൽ കയറണം. അപ്പം സലാം പറയണോലാകുക. ബാപ്പയായാലും ഉമ്മയായാലും പെങ്ങളായാലും മക്കളായാലും വീട്ടിലേക്ക് സലാം പറഞ്ഞ് കയറുക. രാവിലെ ചിലപ്പോൾ നീ പറഞ്ഞ കൂട്ടാനും ഉണ്ടാക്കി തന്നിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും വൈകുന്നേരം ചെല്ലുമ്പോൾ സലാം ചെല്ലണം. കാരണം എന്താ? അതിൻ്റെ അടിയിൽ അഥവാ നമ്മൾ മരിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടണം. ഇങ്ങനെ കുറേ മര്യാദകളുണ്ടല്ലോ. വീട്ടിൽ കയറുമ്പോൾ സലാം പറയാ,
അതേപോലെ രാവിലെയും വൈകുന്നേരം ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന 7 കലിമത്തുള്ളൂ. കലിമത്തല്ല, 7 സെൻറ്റൻസുകൾ. ആ 7 സെൻറ്റൻസ് നമുക്ക് വേഗം പഠിക്കാവുന്നതുള്ളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയല്ല, മനസ്സിലായോ? സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ദുആ ഉണ്ട്. അത് രാവിലെ ചൊല്ലി വൈകുന്നേരത്തെ ഇടക്ക് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ്. വൈകുന്നേരത്തെ അല്ലേ നേരം വെളുക്കണീൻ്റെ ഇടക്ക് ശരിയാ അല്ല മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഓരോ നിമിഷത്തിലും സ്വർഗം കിട്ടണമെങ്കിൽ മുസ്ലിമായി മരിക്കണം എന്ന് എന്നോട് അള്ളാഹിൻ്റെ പ്രവാചകൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതാവുന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണമെന്ന്. അതെടുക്കാനാണ് ക്യാമ്പിൽ വന്നേന്ന്. അതല്ലെങ്കിൽ 24 മണിക്കൂർ വെറുതെ വെച്ചിപ്പിക്കണോ? അങ്ങനെ ആവുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ആരും കൂടി ആവും എന്നറിയോ? നമ്മൾ മാത്രം തന്നാൽ പോരാ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീ മാ യുഹിബ്ബു ലി നഫ്സി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് സഹോദരനും ഇഷ്ടപ്പെടണം. അപ്പം നമുക്ക് സ്വർഗത്ത് പോകാൻ ആഗ്രഹമുണ്ടോ? നമ്മളെ സുഹൃത്തുക്കളും കൂട്ടുകാരും എവിടേക്ക് പോരണം? സ്വർഗത്ത് പോരണം എന്ന് ആഗ്രഹിക്കണവനായി ആര് മാറണം? നമ്മൾ മാറണം. ആ മാറ്റത്തിൻ്റെ പ്രവർത്തനമാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്നുള്ള ബാനർ, ISM എന്ന് പറയുന്ന ബാനർ, MSM എന്ന് പറയുന്ന ബാനറിലൊക്കെ നിർവഹിക്കപ്പെടുന്നത്. എനിക്ക് സ്വർഗ ആഗ്രഹമുണ്ട്. ആ സ്വർഗത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരും ഞാനുമായി ബന്ധപ്പെട്ടവരും പോരണം. നിങ്ങൾ ജീവിതത്തിൽ കരഞ്ഞിക്കണോ? കരഞ്ഞ ആൾക്കാർ എപ്പോഴേലൊക്കെ ഒരിക്കൽ കരഞ്ഞ ആൾക്കാർ 2 വിരലിങ്ങനെ പിടിച്ചിട്ട് കണ്ണിങ്ങനെ അമർത്തി പിടിക്കും. കണ്ണടക്കണം എന്നാണ് അതിനർത്ഥം. കണ്ണടച്ചു പിടിക്കും, കണ്ണട മാറ്റിയിട്ട് പിടിച്ചു. കണ്ണട കരഞ്ഞിട്ടല്ല, ജനിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ടാവില്ലേ? ഉമ്മാൻ്റെ വയറ്റിന്ന് പോരുമ്പോഴേ കരഞ്ഞിട്ടുണ്ടാവില്ലേ? കരഞ്ഞ ആൾക്കാരൊക്കെ കണ്ണിങ്ങനെ പിടിച്ച് കണ്ണട മാറ്റിയിട്ടേലും പിടിച്ച്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടതെന്നറിയോ? കരഞ്ഞ സന്ദർഭം, നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിച്ച് കിടന്ന സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ കൈവിടുക. എന്നിട്ട് എന്നെ നോക്കിയാൽ മതി. മോനെ, നിന്നോട് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, എൻ്റെ തൊട്ടടുത്ത ആൾ, മോന് കിട്ടിയിട്ടില്ല. മോനെ, നീ എന്നാ കരഞ്ഞത്? നീ കൈയിട്ടോളിയും, നീ കണ്ടോലും മതി. കിട്ടിയ ഗ്യാപ്പ് മുതലാക്കണ്ട. മോനോടനെ ഇയാള് നീ എന്നാ കരഞ്ഞത്? അടിയിട്ടലുണ്ടല്ലേ മനത്? കുറേ കരഞ്ഞേക്കണി, ഒന്നും അടിയിട്ടല്ലോ. ഫുട്ബോൾ കളിച്ചപ്പോൾ മോനോ ആദ്യം കരഞ്ഞത് എന്തേലും ഓർമ്മ ഉണ്ടോ? ജനിച്ചപ്പോഴല്ലാതെ പിന്നെ മനുഷ്യന് ഓർമ്മയുള്ള സമയത്ത്. അന്ന് നമ്മൾ കരഞ്ഞപ്പോൾ ചുറ്റുപാടുള്ളവരും ചിരിച്ചാണ്. ഇപ്പം നമ്മൾ കരഞ്ഞ ചുറ്റുപാടുള്ളവർ ചിരിച്ചാൽ നമ്മൾ ഓരോ പണിയാണ് കഴിക്കും. ആ കരച്ചിലപ്പോഴാണ് കരഞ്ഞത്. ഓർമ്മയില്ല. ഇയാൾ ഉമ്മാമ മരിച്ചപ്പോൾ ഇയാൾക്ക് ആക്സിഡൻറ്റോ വേറെ ആർക്കെങ്കിലും ആക്സിഡൻറ്റ്? ഓൻ ആക്സിഡൻ്റ് ആയപ്പോൾ ഇരുന്ന് കരഞ്ഞിരിക്കണം. അൽഹംദുലില്ലാ. എന്ത് ആക്സിഡൻ്റ് എന്നോടാ? ബൈക്കുമെന്ന് പോയി അങ്ങോട്ട് ഇടിച്ച്. അത് വണ്ടി പണ്ടൊരു ഒരാൾ നെറ്റിങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചു, എന്തട ചങ്ങായി എൻ്റെ നെറ്റിമേൽ മുഴ? അത് ഞാൻ നടന്നു പോകുമ്പോൾ ഭൂമി ഇങ്ങോട്ട് വന്ന് ടപ്പേന്ന് പറയണതാണ്. സംഗതി ഇയാൾ കള്ളുടിച്ച് വീണതാണ്. ഭൂമി ഇങ്ങോട്ട് വന്ന് ടപ്പേന്ന് പറഞ്ഞു എന്നാണ്. ഇവനതന്നെ അറിയില്ല. അതേപോലെ നീ അങ്ങോട്ട് പേടിച്ചതാണോ അത് ഇങ്ങോട്ട് വന്നതാണ്? ഗിയർ ജാമായി അബദ്ധത്തിൽ സംഭവിച്ചാണ്. ഓക്കെ, നിങ്ങൾ കരഞ്ഞത് എപ്പോഴാണ്? അതായത് ഇത് അള്ളാഹിൻ്റെ മാർഗ്ഗം ചെലവഴിക്കുന്നതിനെ പറ്റിയുള്ള ഒരായത്ത് കേട്ടപ്പോൾ മൂപ്പര് കരഞ്ഞ്. ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ കുറേ സന്ദർഭമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതേ പൊട്ടിക്കരഞ്ഞ പ്രവാചകൻ. ഒരുപാട് സന്ദർഭങ്ങൾ. അതിൽ ചിലത് ചില മരണങ്ങളുടെ മുമ്പിലാണ്, മരണവാർത്തകളുടെ മുമ്പിലാണ്. ചിലത് ചില ഖബറുകളുടെ മുമ്പിൽ വെച്ചാണ്. കരഞ്ഞത് എന്തിനറിയോ? ഇപ്പോൾ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചൊരു മനുഷ്യനാണ് അബൂ ലഹബ്, അല്ലേ? നമ്മളങ്ങനെ ചീത്ത പറയും, പരിഹസിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ടാൽ അവിടെ വന്നും കണ്ട് നമ്മളെ പരിഹസിച്ചില്ലാണ്ടാക്കണത്തിനോട് നമ്മളെ മനോഭാവം എന്താ? കാരണം ദേഷ്യം. കിട്ടിയോന്നാണ് കൊടുക്കൂലേ? ഒരു മോനെന്ത് ചെയ്യും?
ഇജ്ജ് എന്ത് പോസ്റ്റ് ഇട്ടാലും അവിടെ ഒന്നും കണ്ട എന്നെ കൊഞ്ഞണം കുത്തും. കിട്ടിയ ചാൻസിൽ ഒന്നും കൊടുക്കൂലേ? ആ കൊടുക്കും, ഒരു ഡൗട്ടില്ല. കാസർഗോഡ് തന്നെയാണ് കൊടുത്തിട്ടില്ല, നീ ആവില്ല. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കൂലേ? ഓൻ കെട്ടിപ്പിടിച്ചാ ഓനെന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഓനെ ബ്ലോക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യും. പനുട്ടി നീറ്റെന്ന് പറയാം. മുദരിസിൻ്റെ ബൻ അവനെ മെയിൻ്റെ ആക്കൂല, അവഗണിച്ച് തള്ളു. അവൻ അവഗണനയുടെ ആളാണ്. നമ്മൾ മെയിൻ്റെ ആക്കൂല. നീ ഒരു പോസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് അതിൽ വന്ന് നിന്നെ പരിഹസിക്കുന്ന ഒരുത്തനോട് നിന്റെ മനോഭാവം എന്താവും? ഒന്നും ഉണ്ടാവില്ല. കെട്ടിപ്പിടിച്ചോ? ആവില്ല. എന്തടേ ഇത് ഭൂമിയാണേ. സലീമും മെയിൻ്റെ ആക്കൂല. ദേഷ്യപ്പെടും. ഇയാള് തിരിച്ചങ്ങോട്ട് കൊടുക്കും. ഓന് തിരിച്ചടിക്കണ ടീമാ. ഇയാളോ ഓനെ മെയിൻ്റെ ആക്കൂല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മെയിൻ്റെ ആക്കൂല പറഞ്ഞാൽ അയാൾ അവഗണിച്ചു വിടും. അല്ല നമ്മളവിടെ മെയിൻ്റെ ആക്കൂല പറഞ്ഞാൽ അവഗണിക്കും. ദേഷ്യം വരും. കിട്ടിയ ചാൻസിൽ ഒന്ന് കൊടുക്കും. കാല് ചവിട്ടി കൂട്ടണം നമുക്ക്. ഷബീർ ഭായി നിങ്ങളെന്ത് ചെയ്യും? എടോ ഒരുത്തൻ നീ സ്കൂളിൽ എത്തിയാൽ നിന്നെ എങ്ങനെ വിളിച്ച് എന്താടാ എങ്ങനെ എൻ്റെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇങ്ങനെ എന്താക്കുകയാണ്. എന്ത് ചെയ്യും? തിരിച്ചു പറയും. മോനെന്ത് ചെയ്യും? ദേഷ്യപ്പെടും. ഒന്നും ആക്കൂല. ഓനൊന്നും ആക്കൂല. മൈമാലിൻ്റെ ഒട്ടി മൈമാലിൻ്റെ സംസ്കാരത്തിൽ തന്നെ തരും. നിങ്ങളെന്ത് ചെയ്യും? തിരിച്ചു പറയും. ഫിറോസ് പിന്നെ ആദ്യം അങ്ങനെയാണ്. ആരൊക്കെ എന്ത് ചെയ്താലും ഭാവം സാധു ഒന്നും ആക്കൂല. ഞാൻ പറഞ്ഞ നമുക്കൊരു ദേഷ്യം ഉണ്ടാവുമല്ലോ അല്ലേ? അത് ആരായാലും നമ്മളുമായി ഹലോ പിന്നെ